നമ്മളൊരാളുടെ നെഗറ്റീവ് എനർജിയിലാണ് ടച്ച് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി അത് ചെയ്യുന്ന ആൾക്കും ചെറിയ രീതിയിലുള്ള ഒരു തട്ട് കിട്ടും. ക്യാൻസർ പേഷ്യൻസിനെയൊക്കെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ഹീലേഴ്സിന് ക്യാൻസർ വരും. കുറച്ച് ദിവസം കഴിഞ്ഞ് പുള്ളിക്കാരി പറഞ്ഞു, ഒരു കിളി ചത്തെൻ്റെ ദേഹത്തൂടെ വീണു എന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങൾ ഹീലിംഗ് പഠിച്ചു, നാളെ നിങ്ങൾക്ക് ട്രാൻസ്ഫോം ആവാമെന്നും പറഞ്ഞിട്ടിരിക്കരുത്. നമ്മുടെ യൂറോപ്പ് കൺട്രീസിലൊക്കെ അവരിതിനെ കൂടുതൽ സ്പിരിച്വാലിറ്റിയേക്കാൾ കൂടുതൽ ഇതൊരു കോംപ്ലിമെൻ്ററി ആൻഡ് നാച്ചുറൽ ഹീലിംഗ് തെറാപ്പി ആയിട്ടാണ് കാണുന്നത്. ഞാൻ എല്ലാവരോടും പറയും, ടാരോ ഒരിക്കലും ഫ്യൂച്ചർ പ്രഡിക്ഷന് പോകരുത്. റേക്കി എന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്കുകൾ മാറ്റുന്ന എനർജിയാണ്. ഞാൻ മാരേജ് മാച്ചിങ്ങിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്, നമ്മളൊരാളെ ഗുരുവായിട്ട് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ആ സോളും ഗുരുവിൻ്റെ സോളും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. നല്ലൊരു ഗുരു എല്ലാവരും പറയും ടാരോ 7 ദിവസം കൊണ്ട് പഠിക്കാം, 21 ദിവസം കൊണ്ട് പഠിക്കാം. നോ, നിങ്ങളുടെ അടുത്ത് വന്ന കാര്യത്തിന് അവർ വേറൊരാളുടെ അടുത്തേക്ക് പോകരുത്. അതന്നെ ഞാനും ഫോളോ ചെയ്യുന്നത്. പല റേക്കി മാസ്റ്റർമാരോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ കൂടുതൽ ആളുകളും ഹീലിംഗ് എടുക്കുന്നില്ല. ആരെങ്കിലും ഹീലിംഗ് എടുക്കാൻ വേണ്ടി വിളിക്കുകയാണെങ്കിൽ നിങ്ങളിത് പഠിക്കാനാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹീലിംഗ് എടുക്കുന്നതിനേക്കാൾ പഠിപ്പിക്കുമ്പോൾ ഫീസ് കൂടുതൽ കിട്ടുന്നത് കൊണ്ടാണോ അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഹീലിങ്ങിനേക്കാളും പൈസ കുറവാണ് പഠിക്കുന്നതിന്. ആണോ? എൻ്റെ കാര്യത്തിൽ. ഓക്കെ. പിന്നെ ഹീലിംഗ് പലരും എടുക്കാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരാളുടെ നെഗറ്റീവ് എനർജിയിലാണ് ടച്ച് ചെയ്യുന്നത്. ഒരാളുടെ നെഗറ്റീവ് ഇഷ്യൂസിനാണല്ലോ നമ്മളിത് കൈവയ്ക്കുന്നത്. ഡെഫിനറ്റ്ലി അത് ചെയ്യുന്ന ആൾക്കും ചെറിയ രീതിയിലുള്ള ഒരു തട്ട് കിട്ടും. അത് എത്ര നമ്മളിപ്പോൾ എനർജി പ്രൊട്ടക്ഷൻ ഇട്ട് നമ്മളെ ഒരിക്കലും ഇതാക്കില്ല, വീഴ്ത്തില്ല, പക്ഷെ നമുക്ക് കിട്ടും ഒരു അത് വളരെ എവിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ ഹീലേഴ്സ് എല്ലാവർക്കും അല്ലെങ്കിൽ കർമ്മം ചെയ്യുന്നവർക്കെല്ലാം അതുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ട്, അവരതെടുക്കാൻ തയ്യാറല്ല. ചില ആൾക്കാർ അത് തയ്യാറാണ്. ഇപ്പം ഞാൻ എന്നോട് എന്തുകൊണ്ടാണ് ഹീലിംഗ് ഒക്കെ എടുക്കുന്നത്, പഠിപ്പിക്കുന്നതുകൊണ്ട് ഹീലിംഗ് എടുക്കുന്നുണ്ട്. ഫസ്റ്റ് സജഷൻ ഞാൻ എപ്പോഴും പറയും, പഠിക്കാൻ പറയും. അപ്പോൾ ചില ആൾക്കാർക്ക് മെൻ്റലി അല്ലെങ്കിൽ അവരിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ലല്ലോ അവർ വരുന്നത്. അപ്പോൾ നമ്മൾ ഹീലിംഗ് എടുക്കും. ഹീലിംഗ് വർക്കായി കഴിയുമ്പോഴാണ് അവർ ചിലപ്പോൾ മാം ഇത് നമ്മൾ പഠിക്കാം എന്ന് പറയുന്നത്. അപ്പം ഇത് മെയിനായിട്ടുള്ള കാര്യം ഇതാണ്. നമുക്കും ഒരു ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. അത് ചില ആൾക്കാർ ഭയങ്കരമായിട്ട് അന്ധമായിട്ട് വിശ്വസിക്കുന്നത് ക്യാൻസർ പേഷ്യൻസിനെയൊക്കെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ഹീലേഴ്സിന് ക്യാൻസർ വരും. അതൊന്നുമില്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. കാരണം ഇതിൻ്റെ എല്ലാ വശങ്ങളും, പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ ടോട്ടലി പഠിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഹീലർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവരുടെ എനർജി ലെവൽ ഹൈ ആക്കി വെക്കേണ്ടതും പ്രൊട്ടക്ഷൻസും എനർജി ലോക്കും ഒക്കെ ഉണ്ട്. അത് പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കത്തില്ല. പിന്നെ എനിക്ക് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. എൻ്റെ കൈക്ക് പലപ്പോഴും വയ്യാതൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഒരു സീരിയസ് ആയിട്ടൊരു കേസ് വന്ന ഒരു ബ്ലാക്ക് മാജിക് എനർജി റിമൂവ് ചെയ്തു. അപ്പം ഇത് അവർക്കും ആ ഒരു എഫക്റ്റ് അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് എങ്ങനെയാണ് അതുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീലിംഗ് 90 ദിവസത്തെ ആയിരുന്നു എടുത്തത്. ഞാൻ ബ്ലാക്ക് മാജിക് ഒന്നും ഇപ്പം 2 ദിവസം 3 ദിവസം കൊണ്ടൊന്നും ഹീലിംഗ് എടുക്കുമെന്ന് ഞാൻ പറയില്ല. റേക്കിക്കകത്ത് മിനിമം ശരിക്കും പറഞ്ഞാൽ 21 ഡേയ്സ് വേണം. അതിൻ്റെ റൂൾ അങ്ങനെയാണ് പോകുന്നത്. 21 ഡേയ്സിലൂടെയാണ് അത് ഹീലിംഗ് പോകുന്നത്. അപ്പോൾ ഞാൻ 90 ഡേയ്സിൻ്റെ ഹീലിംഗ് പറഞ്ഞു. ഇവർ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അവരുടെ വീട്ടിലെ തന്നെ ഗ്യാസിൻ്റെ മേളിൽ സിലിണ്ടർ അല്ല, ഗ്ലാസിൻ്റെ എന്തുമായിരുന്നു, ഗ്ലാസ് ബ്രേക്കായിട്ട് കിച്ചണിൽ നിന്ന ലേഡിയാണ്. അവർ ജസ്റ്റ് അങ്ങോട്ട് പാസ് ചെയ്തത്, ഇല്ലെങ്കിൽ അവരുടെ ദേഹത്ത് അത് കൊണ്ടു കയറിയനായിരുന്നു. അപ്പം ഒരു ബേസിക്കലി ഞാൻ ഇങ്ങനെ അയ്യോ അത് ഇതിൻ്റെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചാണെന്ന് ഞാൻ ആരെയും ക്ലയൻസിൻ്റെ അടുത്ത് പറയില്ല. ഞാൻ പറഞ്ഞു പോട്ടെ, അതെന്തോ ഇതാണ്, വിട്ടേക്ക്. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് പുള്ളിക്കാരി പറഞ്ഞു, ഒരു കിളി ചത്തെൻ്റെ ദേഹത്തൂടെ വീണു എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും പറഞ്ഞു കാര്യമാക്കണ്ട, പോട്ടെ, ഇത് വിട്ടേക്ക് എന്ന് പറഞ്ഞു. 3ാമത്തെ പ്രാവശ്യം എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ബൈക്കിന് പോവാം. അപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് എടുക്കണം. ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ല, ബുള്ളറ്റേലാണ് പോകുന്ന സമയത്ത് ഈ ഡ്രസ്സ് എൻ്റെ വീലിൻ്റെ ഇടയിൽ കയറിയിട്ട് എന്നെ ബാക്കിലേക്ക് വലിച്ചു. അപ്പം ഞാൻ എന്തോന്ന് സ്റ്റക്കാവുന്നുണ്ട്. അപ്പോൾ ബാക്ക് റെസ്റ്റ് വെച്ചിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ ഞാൻ പറഞ്ഞു നിർത്ത് വണ്ടി നിർത്തി, എന്തോന്ന് സ്റ്റക്കായിരുന്നു. അപ്പോൾ വണ്ടി പൊക്കോണ്ടിരിക്കുക, ബാംഗ്ലൂർ തിരക്കറിയാമല്ലോ, പൊക്കോണ്ടിരിക്കുക. ഓൾമോസ്റ്റ് കുറേ ഒരു ലോങ് ഡ്രസ്സായിരുന്നു, അതിങ്ങനെ വീലിനടിയിൽ ചുറ്റി ഇത് എന്നെ ശരിക്കും വലിച്ച് ബാക്കിലേക്ക് ഇടേണ്ട ഒരു വലിയ ഇൻസിഡൻ്റാണ്. പക്ഷേ എനിക്കൊന്നും പറ്റിയില്ല. പുറകിൽ നിന്ന് വന്ന ആൾ
അവിടെ സ്കൂട്ടർ നിർത്തി ഞങ്ങളോട് ബാക്ക് പതുക്കെ എടുക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇറങ്ങാൻ പറ്റില്ല, ഞങ്ങൾ രണ്ടും 2 സൈഡാണ് ഇരിക്കുന്നത്. എടുത്തപ്പോഴത്തേനും ഡ്രസ്സ് ഫുള്ള് കീറി. അപ്പോൾ ഈ ഹീലിംഗ് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് 1-2 ബ്ലോക്കുകൾ നമുക്ക് കാണിച്ചു തന്നിട്ട് ഞാനത് കണ്ടിന്യൂ ചെയ്തു. ജസ്റ്റ് എനിക്കിത് വന്നു. അപ്പം ഞാൻ ഇതാണോ ഇതിൻ്റെ ബ്ലോക്കാണോ ഞാൻ അത് അന്നേരം സീരിയസ് ആയിട്ട് കണ്ടില്ല. അത് തിരിച്ച് വീട്ടിൽ വന്നിട്ട് നമ്മൾ നമ്മുടെ ഒരു മെഡിറ്റേഷനിൽ ഇരിക്കുമല്ലോ, ആ സമയത്ത് നോക്കിയപ്പോൾ എനിക്ക് ഇവരുടെ എനർജിയാണ് ഇങ്ങനെ പോപ്പപ്പായിട്ട് വരുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ട്. കയ്യിൽ ചെറുതായിട്ട് മുറിവ് വീഴുക, അല്ല ഹീലിംഗ് കൊടുക്കും. എന്തിനാ പേടിക്കുന്നേ? എന്തിനാ നമ്മൾ പേടിക്കുന്നത്? ഇന്നല്ലേ നാളെ നമ്മളെല്ലാവരും ഈ ലോകത്തുനിന്ന് പോകേണ്ടവരാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? അപ്പം ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ മുമ്പിൽ വരുന്നവരെ ഹീല് ചെയ്യാൻ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ എന്തിനത് നോ പറയണം? ഞാൻ പഠിക്കാൻ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീലിംഗ് ആ സമയത്തെ പ്രോബ്ലംസ് മാത്രമാണ് സൊല്യൂഷൻ കിട്ടുക, ഹീൽ ചെയ്യുന്നത്. പിന്നീട് അവർക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടണില്ല. ഇപ്പം ഞാൻ 21-ൻ്റെ ആണെങ്കിലും 35 ഡേയ്സിൻ്റെ ആണെങ്കിലും ഒക്കെ ഹീലിംഗ് എടുക്കുമ്പോൾ ഒരു 90 ഡേയ്സിൻ്റെ അറ്റ്യൂൺമെൻറ്റും കൂടെ കൊടുത്താൽ വിടുന്നത്. കാരണം റേക്കി ടീച്ചേഴ്സ് ICAT ഞാൻ പഠിച്ചെടുത്ത് ശ്രീദേവാമിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചെടുത്തുനിന്ന് നമുക്ക് ഹീലിംഗ് അറ്റ്യൂൺമെൻറ്റ് കൊടുക്കാം. റേക്കി ദീക്ഷ കൊടുക്കുന്നത് പോലെ തന്നെ നമുക്കൊരു ഹീലിംഗ് അറ്റ്യൂൺമെൻറ്റ് കൊടുക്കാം. അപ്പോൾ അവർക്ക് നമ്മൾ എത്ര ഹീലിംഗ് എടുത്തോ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 90 ഡേയ്സിലേക്ക് ഈ എനർജി ഫോമായിട്ട് അവിടെ ഉണ്ടാവും. നമ്മൾ ഹീൽ ചെയ്തില്ലെങ്കിലും എക്സ്ട്രാ ഡേയ്സ് ഉണ്ടാവും. അപ്പോൾ അതും കൂടി ചെയ്താണ് അവരെ ഹീലിംഗ് കൊടുത്തു വിടുന്നത്. അപ്പോൾ അത് കിട്ടാനുള്ളവരാണല്ലോ നമ്മുടെ അടുത്ത് വരുന്നത്. പിന്നെ ഉള്ളത് പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് ഒരു പ്രാക്ടീസ് ചെയ്ത് എല്ലാ മേഖലകളിലും അവരെ തന്നെ ഹീൽ ചെയ്ത് സെൽഫായിട്ട് ചെയ്യാം. പിന്നെ എല്ലാവരോടും ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഇന്ന് നിങ്ങൾ ഹീലിംഗ് പഠിച്ചു നാളെ നിങ്ങൾക്ക് ട്രാൻസ്ഫോം ആവാമെന്നും പറഞ്ഞിട്ടിരിക്കരുത്. ഞാൻ ലൈഫിൽ ഹീലിംഗ് പഠിച്ച് 5 വർഷത്തെ ലൈഫ് കംപ്ലീറ്റ് ട്രാൻസ്ഫോം, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഞാൻ ട്രാൻസ്ഫോം വന്നിട്ടാണ് ഇന്നിവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം കൊടുക്കുക, അറ്റ്ലീസ്റ്റ് 3 months ടൈം പഠിച്ചിട്ട് ക്ലെൻസിങ് ഒക്കെ നടന്നതിന് ശേഷം. അതുപോലെ തന്നെ ഹെൽത്തിലും ഒക്കെ ചെയ്യാം. ആക്ച്വലി നിരഞ്ജന ഇപ്പോൾ ടാരോ റീഡിംഗ്, റൈക്കി മാസ്റ്റർ കൂടാതെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? റൈക്കി ടീച്ചർ കൂടാതെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഞാൻ ടാരോ, വേദിക് ന്യൂമറോളജി, റൈക്കി, ക്രിസ്റ്റൽ ഹീലിംഗ്, എനിക്ക് തന്നെ ഞാൻ തന്നെ മറന്നുപോയി, കുറേ ഹീലിങ്ങുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ കൗൺസിലിംഗ് ഉണ്ട്, സൈക്കോളജി, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഞാൻ എന്താ പറയുമ്പോൾ ഒട്ടുമിക്ക ആകാശിക് റെക്കോർഡ് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് എല്ലാവരും ഞാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, എല്ലാവരും പറയുന്നത് അത് ബുക്ക് കാണാം. ഞാൻ ആ ബാക്കിൽ തന്നെ ഒരുപാട് പേര് കണ്ടിട്ട്, അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി, ആ ബുക്ക് കാണാമോ എന്ന് കരുതിയിട്ട് ഞാനതിന് ജോയിൻ ചെയ്തു. പക്ഷെ പ്രോപ്പറായിട്ട് അത് ഫോളോ ചെയ്തില്ല, കാരണം എൻ്റെ സമയക്കുറവുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ IPHM അണ്ടറിലാണ് ട്രെയിൻഡ് ആയത്. IPHM എന്ന് പറയുന്നത് ഇന്റർനാഷണൽ പ്രാക്ടീഷണേഴ്സ് ഓഫ് ഹോളിസ്റ്റിക് മെഡിസിൻ, UK അക്രഡിറ്റഡ് ബോർഡാണത്. ഇന്ത്യയിലും ഉണ്ട് അതിൻ്റെ പല മാസ്റ്റേഴ്സും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നിലവിൽ സൗത്ത് ഇന്ത്യയിൽ ഞാൻ പഠിപ്പിക്കുന്ന 6 സബ്ജക്റ്റുകൾക്ക് ഇപ്പം നിലവിൽ ഞാൻ മാത്രമാണ് ട്രെയിനറായിട്ട് അവിടെ. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിരഞ്ജന IPHM നോക്കി അവരുടെ വെബ്സൈറ്റിൽ തന്നെ എൻ്റെ ഡീറ്റെയിൽസ് ആണ്. അത് ടാരോ മാസ്റ്റർ കോഴ്സ്, വേദിക് ന്യൂമറോളജി, ഞാൻ വാസ്തു പ്രാക്ടീസ് ചെയ്യുന്നില്ല പക്ഷെ അതും പഠിച്ചിട്ടുണ്ട്. പിന്നെ റേക്കി, മണി റേക്കി, ക്രിസ്റ്റൽ ഹീലിംഗ്, ഇതെല്ലാം ചെയ്യുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അത് നമ്മുടെ യൂറോപ്പ് കൺട്രീസിലൊക്കെ അവരിതിനെ കൂടുതൽ സ്പിരിച്വാലിറ്റിയേക്കാൾ കൂടുതൽ ഇതൊരു കോംപ്ലിമെൻ്ററി ആൻഡ് നാച്ചുറൽ ഹീലിംഗ് തെറാപ്പി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ CNHS ആണെന്ന് തോന്നുന്നു, അതായത് ഹെൽത്ത് സർവീസ് എന്ന് പറയും, ഈ കോംപ്ലിമെൻ്ററി ആൻഡ് നാച്ചുറൽ ഹീലിംഗ് ഹെൽത്ത് സർവീസ്, അതിൻ്റെയൊക്കെ ഒരു അക്രഡിറ്റേഷനോട് കൂടിയിട്ടാണ് അവർ ചെയ്യുന്നത് ഇത്. അതായത് അവർ UK പ്രൊമോട്ട് ചെയ്യുന്നത്, വിസ അവർ കൊടുക്കുന്നത് റേക്കി ഹീലേഴ്സിന്, റേക്കി മാസ്റ്റേഴ്സിന് ഒക്കെ വിസ കൊടുക്കുന്നുണ്ട്. UK റേക്കി ഫെഡറേഷൻ എന്ന് പറയുന്നത്, അതും നെറ്റിൽ അവൈലബിൾ ആണ്, അവർ വിസ കൊടുക്കുന്നുണ്ട്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഇതിപ്പോ ഞാൻ IPHM ചോദിച്ചില്ലേ, ഞാൻ IPHM 2022 അപ്ലൈ ചെയ്തതാണ്. അവരുടെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ് ഉണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന സിലബസ്, നമ്മുടെ സെൽഫ് വെരിഫിക്കേഷൻസ്, പിന്നെ അതിൻ്റെ എവിടുന്നാണ് നമ്മൾ സർട്ടിഫൈഡ് കോഴ്സ്, എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതെല്ലാം വെരിഫൈ ചെയ്തിട്ട് എനിക്ക് 2025 ഫെബ്രുവരിയിലാണ് അവരെനിക്ക് അക്രഡിറ്റേഷൻ തരുന്നത്. വെറുതെ കിട്ടില്ല. അപ്പൊ ഇപ്പൊ പഠിപ്പിക്കുന്ന ഇല്ല IPHM ഇല്ല. ഞാൻ അപ്ലൈ ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, 2022 അപ്ലൈ ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ.
ഇപ്പോൾ സ്റ്റുഡൻസിന് ഞാനിപ്പോൾ കൊടുക്കുമ്പം അവർക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ്, അതായത് എൻ്റെ രജിസ്റ്റർ നമ്പരും IPHMൻ്റെ ലോഗോയും സർട്ടിഫിക്കേഷനിലും ഉണ്ട്. അപ്പോൾ അവർക്ക് അതെവിടെ വേണമെങ്കിലും അവരുടെ സോഷ്യൽ മീഡിയയിൽ അതിന് പ്രാക്ടീസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഞാൻ ബാക്ക് മീഡിയയിൽ ആദ്യം നിരഞ്ജനെ പരിചയപ്പെടുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ടാരോ റീഡിങ്ങിലാണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ടാരോ റീഡിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എനിക്ക് ആദ്യം പറഞ്ഞു തരുന്നതും നിരഞ്ജനാണ്. പിന്നെ ഒരുപാട് പ്രദീപ് ഹരിഹരൻ സാറടക്കം ഒരുപാട് പേര് വന്നുപോയി, ഒരുപാട് പേര് ഇതിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇത് ഒരിടം പഠിച്ചാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ പഠിക്കാനൊരു ത്വര എല്ലാവർക്കും കാണുന്നുണ്ട് ഈ കാര്യങ്ങൾ. അതെ, ഡെഫിനറ്റ്ലി ഞാൻ അത് റേക്കല്ലേ പഠിച്ചു. അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ എല്ലാം പഠിക്കാനുള്ള ഒരു ത്വര പരിചയപ്പെടുന്ന എല്ലാവരിലും ഈ ഒരു ത്വരയുണ്ട്. നമുക്കത് ഇങ്ങനെ കണക്ട് ആയി വിടണം. കാരണം നമ്മൾ ഇതിലേക്ക് ചെല്ലുമ്പോൾ ആഴത്തിൽ ഇത് അറിയുമ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വരും. അപ്പം ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പം ടാരോ എന്ന് പറയുന്നത്, ടാരോ പഠിക്കുമ്പം നമുക്ക് ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിൽക്കാന്നിരിക്കട്ടെ, ടാരോ നന്നായിട്ട് എടുക്കാൻ അറിയാവുന്നവർക്ക് ആ സ്റ്റക്ക് സിറ്റുവേഷനിൽ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാൻ എല്ലാവരോടും പറയുന്നത്, ടാരോ ഒരിക്കലും ഫ്യൂച്ചർ പ്രിഡിക്ഷന് പോവരുത്. ടാരോ നിങ്ങൾക്ക് ആ കറൻറ്റ് സിറ്റുവേഷൻ, കറൻറ്റ് എനർജിയിൽ എന്താണ് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കേണ്ടത്, എന്ത് ചോയ്സ് എടുക്കണം, അതിന് വേണം ടാരോ യൂസ് ചെയ്യാൻ. റേക്കി എന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്കുകൾ മാറ്റുന്ന എനർജിയാണ്. നമ്മളിലേക്ക് പോസിറ്റിവിറ്റീസും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്ന, നമ്മളെ എനർജറ്റിക് ആകുന്നൊരു എനർജിയാണ്. വേദിക് ന്യൂമറോളജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, വേദിക് ന്യൂമറോളജിയിൽ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒറിജിനൽ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കാം, അവരുടെ ദശാസന്ധികൾ എടുക്കാം, അവർ പിന്നാണെങ്കിൽ ഇപ്പം കടന്നു പോകുന്ന കറണ്ട് സിറ്റുവേഷൻസ് എടുക്കാം. ഞാൻ മാരേജ് മാച്ചിങ്ങിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് വേദിക് ന്യൂമറോളജി പറയുള്ളൂ. അതായത് എൻ്റെ ഇതിലാണ് ഞാൻ പറയണേ, കാഴ്ചപ്പാടിലാണ് പറയണേ. അതിനകത്ത് അവർ 4 കാര്യങ്ങളെ നോക്കുള്ളൂ. അപ്പോൾ പാർട്ട്നേഴ്സിന്, അതിപ്പം മാരേജ് മാത്രമല്ല, ബിസിനസ് പാർട്ട്നേഴ്സിനാണെങ്കിലും അതിനകത്ത് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞൊരു യോഗം വരുന്നുണ്ട്. അത് ലിറ്റിഗേഷൻ യോഗം സെപ്പറേഷൻ വരുന്നതാണ്. അതുള്ള 2 പേര് തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദശാസന്ധിയുടെ സമയത്ത് ഇവർ സെപ്പറേറ്റ് ആവും. അപ്പോൾ അതിന് സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ദശാസന്ധിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ആ ഒരു ദോഷം ഇല്ലാണ്ടിരുന്നാൽ, ദോഷം മീൻസ് ആ യോഗം ഇല്ലാണ്ടിരുന്നാൽ മതി. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. വേദിക് ന്യൂമറോളജിയിൽ ഭയങ്കര ആക്യുറസി കൂടുതലായിട്ട് ഞാൻ പഠിച്ചതുകൊണ്ട് പറയുന്നല്ല, കൺസൾട്ടേഷൻ എടുക്കാൻ ശരിക്കും പറഞ്ഞാൽ രോഹിത് ഞാൻ പഠിച്ചതല്ല വേദിക് ന്യൂമറോളജി. ടാരോ പഠിപ്പിച്ച മേഡത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ആ പുള്ളിക്കാരുടെ കോഴ്സ് ചെയ്തതാണ്. പക്ഷെ ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ടാരോയും വേദിക് ന്യൂമറോളജിയാണ്. ഇപ്പോൾ കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ ടാരോ, വേദിക് ന്യൂമറോളജി, റേക്കി, സൈക്കോളജി. അടുത്ത തവണ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ എനിക്കൊരു ബേസിക് ടാരോ കാർഡ്സ് കൊണ്ടുതരണേ. ബേസിക്കോ? ഏകലവ്യനായിട്ട് എവിടെയെങ്കിലും യൂട്യൂബ് നോക്കി പഠിച്ചോളാം. ഒരു ഗുരുവിനെ നോക്കി പഠിക്കണ്ട. ഞാൻ ഒരു ഗുരുവിനെ സ്വീകരിച്ചാലും മക്കളെ ഗുരുക്കന്മാർ എന്നോട് പിണങ്ങില്ലേ? അല്ല, അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ഒരാളെ ഗുരുവായിട്ട് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ആ സോളും ഗുരുവിന്റെ സോളും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. നല്ലൊരു ഗുരു ഒരിക്കലും പിണങ്ങില്ല. ഓക്കെ, ഇതിനടുത്ത് പോയി പഠിച്ചൊക്കെ നന്നായിരിക്കട്ടെ പറയുള്ളൂ. ഞാൻ ആർക്കൊന്നും പഠിക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അത് യുവർ ചോയ്സ്, അത് ഗുരുക്കന്മാരുടെ പ്രശ്നമല്ല. ഞാൻ ചെയ്യുന്ന എല്ലാ പണികളും ഞാൻ തന്നെ പഠിച്ചെടുത്ത പണികളാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം പിന്നെ ടാരോയില് പഠിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും പറയും ടാരോ 7 ദിവസം കൊണ്ട് പഠിക്കാം, 21 ദിവസം കൊണ്ട് പഠിക്കാം. നോ, ടാരോ പഠിക്കാൻ മിനിമം, ഞാൻ 2 പ്രാവശ്യം ടാരോ മാസ്റ്റർ കോഴ്സ് ചെയ്ത ആളാണ്. സെയിം ഫീസിൽ ഞാൻ അത്രയും പഠിക്കാനുണ്ട് അതിനകത്ത്. അങ്ങനെയാണോ അതോ പഠിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് വീണ്ടും ഒരു അഡ്മിഷൻ എടുപ്പിച്ചാണോ? അല്ല, അവരങ്ങനെ 2ാമത് സെയിം ഫീസ് അടയ്ക്കണമായിരുന്നു എനിക്ക്. പറഞ്ഞേ, ആദ്യത്തെ തവണ പഠിച്ചത് വൃത്തിയായിട്ട് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് പുള്ളിക്കാരി സ്ട്രിക്റ്റ് ആയിട്ടൊന്നും പറഞ്ഞില്ല. പുള്ളിക്കാരി അവര് സ്റ്റേജിൽ നിർത്തി എന്നെ പാടിപ്പിച്ചു എന്ന് പറയുമ്പോ മറ്റേ പറയുന്നുണ്ട് ആ പാട്ട് പാടി ശരിയാക്കിയിട്ട് പോയാൽ മതി എന്ന് പറയുന്ന. പക്ഷെ പുള്ളിക്കാരി നല്ലൊരു മേഡായിരുന്നു, പുറത്തുനിന്നുള്ളൊരു ലേഡിയാണ്. പക്ഷെ അവർക്ക് ഇത് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ പോലെ, ഞാനിപ്പോ കോഴ്സിന് ജോയിൻ ചെയ്യുന്നവർക്ക് ലൈഫ് ടൈം അവർക്ക് എത്ര വേണേലും റിപ്പീറ്റ് ചെയ്യാം. ക്ലാസ് ഒക്കെ വൺസ് ജോയിൻ ചെയ്താൽ റിപ്പീറ്റ് ചെയ്യാം. പക്ഷെ അവിടെ ഒന്നും അങ്ങനെ ആയിരുന്നില്ല. സെയിം ഫീസ് അടച്ച് വീണ്ടും ഞാൻ ജോയിൻ ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, 78 കാർഡ് 8 രീതിയിൽ വായിക്കാൻ, ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ വായിക്കാൻ, പല സ്പ്രെഡുകൾ വായിക്കാൻ നമ്മൾ കാണാതെ ഞാൻ ടാരോടെ ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ലേ. ഇപ്പം എത്ര എൻക്വയറീസ് വന്ന് കിടന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഫെബ്രുവരിയിലോ മാർച്ചിലോ അടുത്ത് തുടങ്ങുമ്പോൾ ഞാൻ പറയാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഒരു ബാച്ച് നടത്തുന്നത് ഇത് കാണുമ്പോൾ അവർക്കറിയാം. ഞാൻ ഇരുത്തി പഠിപ്പിച്ച് ചില സമയത്ത് അവരെന്നോട് പറയാം, മാം അടുത്ത ആഴ്ച ആയാലോ. എന്നുവെച്ചാൽ ഞാൻ ക്വസ്റ്റ്യൻ പേടിപ്പിച്ച് അങ്ങനെയൊന്നല്ല പറയുന്നത്, ഞാൻ തറവാക്കി പഠിപ്പിച്ചില്ല. കാരണം
ടാരോ പഠിക്കാനും ന്യൂമറോളജി പഠിക്കാനും നമ്മൾ നല്ല എഫോർട്ട് എടുക്കും. ഈ ഒരുപാട് പേര് എന്നോട് പല കാര്യങ്ങളും വിളിച്ച് ചോദിക്കുന്നുണ്ടെന്നേ. എന്താ എന്നോട് അവരുടെ പ്രശ്നങ്ങൾ പറയുന്നവരും എന്നെ വിളിച്ച് പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്കിത് ഞാൻ ഇന്നാള് മറ്റേ നമ്മുടെ ന്യൂസ് ചാനലിന്റെ മീറ്റിംഗിലിരിക്കുമ്പോൾ ഒരാൾ വിളിച്ചപ്പോൾ ഞാൻ സാധാരണഗതിയിൽ ഫോണിൽ ലൗഡ് സ്പീക്കർ ഇട്ട് സംസാരിക്കും, എനിക്ക് രഹസ്യങ്ങളില്ലല്ലോ. ലൗഡ് സ്പീക്കറിൽ ഇട്ടപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു വാസ്തുശാസ്ത്രപരമായ കുറച്ച് സംശയങ്ങൾ. അപ്പൊ പുള്ളി ഞാൻ ഇന്റർവ്യൂ ചെയ്ത എനിക്ക് ഒന്ന് നിശാന്ത് തോപ്പിൽ സാറിനോടോ മറ്റാരോടോ സംസാരിക്കാൻ വിളിച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ രോഹിത് ആണോ സാറേ എന്ന് ഞാൻ സംശയം ചോദിച്ചോട്ടെ, പറയൂ, അത് വീടിന്റെ ഇന്നേ ഇതൊക്കെ അവിടെ ഒരു കിണർ പണിഞ്ഞു സാറേ, ചേട്ടന്മാരോട് പറഞ്ഞിട്ട് കേട്ടില്ല. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്, സാമ്പത്തികമായിട്ട് തകർച്ചയിലല്ലേ? അപ്പൊ ഈ ന്യൂസിലെ പിള്ളേരൊക്കെ എന്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുക, അതെ സാറേ ഭയങ്കര പ്രശ്നമാണ്, എന്താ ചെയ്യാൻ പറ്റും? കിണർ മോടും അല്ലാതെ നിർത്തിയൊന്നുമില്ല. എന്നിട്ട് ഞാനിങ്ങനെ അവരുടെ പുള്ളിയോട് 10 മിനിറ്റ് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞത് ആളുടെ നമ്പറാണോ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ഇന്നാളെന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞ് വാട്സപ്പിൽ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഞാൻ ഒരുപാട് പേര് എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ടേ. അപ്പൊ ഞാനിതൊക്കെ പഠിച്ചു വെച്ചിട്ട് നിങ്ങളുടെയൊക്കെ പണി ഞാനങ്ങ് എടുത്തിട്ട് ചെയ്ത് കൊടുത്തു. അല്ല, ഒരാൾ ഒരു കാര്യത്തിൽ സ്കിൽഡ് ആണെങ്കിൽ വേറൊരാൾക്കും ആ സ്കില്ല് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ എന്റെ കാര്യത്തിൽ സ്കിൽഡ് ആണ്, പ്രാക്ടീസ്ഡ് ആണ്. ഞാൻ വാസ്തുശാസ്ത്രം പണ്ടേ വലിയ താല്പര്യമുള്ള ഒരു വിഷയമാണ്. കാരണം എന്റെ രക്തത്തിൽ ഈ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് അച്ഛൻ കോൺട്രാക്ടർ ആയിരുന്നുകൊണ്ട് ഞാൻ ആ മേഖലയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട്. അപ്പൊ ഞാൻ സാറ് വരുമ്പോഴൊക്കെ പറയും, സാറേ ഞാൻ അടുത്ത ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ട് കേട്ടോ, നിശാന്ത് സാറിന്റെ അടുത്ത്. ഇന്നലെ കണ്ടപ്പോഴും എന്നോട് ചോദിച്ചു, അഡ്മിഷൻ എടുത്തില്ലല്ലോ. അവർ എടുക്കാം. അല്ല, അത് പഠിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ നിരഞ്ജന പറഞ്ഞതിന്റെ തൊട്ടു പഠിക്കാന്ന് പറഞ്ഞാൽ അക്കാഡമിക്കലായിട്ട് പഠിക്കുന്നു അല്ലാതെ പഠിക്കുന്നു അല്ല. ടാരോയെ ഒരു മിനിറ്റ് ഞാൻ ഇത് പറയാം. ടാരോ പഠിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് അറിഞ്ഞു പഠിക്കണം. അതൊന്നും മാത്രമല്ല, നമ്മുടെ മുമ്പിൽ വരും. ഞാൻ സ്റ്റുഡൻസിൻ്റെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഞാൻ ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കും. ഇപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അതിന് ചെയ്തിരിക്കുന്നത് റെക്കോർഡർ ക്ലാസ്സസ് കൊടുക്കും, ലൈവായിട്ട് ഞാൻ എടുത്ത് പഠിപ്പിക്കും. അതിനു പുറമെ ഒരു വർഷത്തേക്ക്, അതിപ്പം രോഹിത് തന്നെ തന്ന സന പുള്ളിക്കാരിയാണ് അതിൻ്റെ ഇത് ചെയ്യുന്നത്, വെബ്സൈറ്റ് ചെയ്യുന്നത്, അതിൻ്റെ പുറകിലാണ്. ഇനി ഒരു വർഷത്തേക്ക് അവർക്കത് എത്ര വേണമെങ്കിലും കണ്ടുപഠിക്കാൻ. ഫൈനൽ എനിക്ക് കിട്ടേണ്ടത് നന്നായിട്ട് അവർ പഠിച്ച് അവരുടെ മുമ്പിൽ എത്തുന്ന ഒരാളെ കൃത്യമായിട്ട് അവർ ഗൈഡ് ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിൽ ആ പണിക്ക് പോകരുത്. അത്രേ ഉള്ളൂ. നിങ്ങൾ എത്ര ദക്ഷിണ വാങ്ങുന്നു അതൊന്നും നമ്മൾ ഫീസ് വാങ്ങുന്ന ഒരു ഇതല്ല. നിങ്ങളുടെ അടുത്ത് വന്ന കാര്യത്തിന് അവർ വേറൊരാളുടെ അടുത്തേക്ക് പോകരുത്. അതുതന്നെ ഞാനും ഫോളോ ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഒരു കൺസൾട്ടേഷന് വന്ന് അതിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുത്താൽ വീണ്ടും അവർ ചില ആൾക്കാർക്ക് ഇതുണ്ടല്ലോ, ഒന്നുകൂടെ ഒന്ന് നോക്കിയാലോ ഇപ്പോഴും പറയുമ്പോൾ സെയിം കാര്യത്തിനാണെങ്കിൽ ഞാൻ പറയാം, എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു. എൻ്റെ ഒരു മേഖലയിൽ നമുക്ക് അങ്ങനെ വാശി പിടിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പം ഈ സ്പിരിച്വൽ കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരുപാട് ചാനലുകാരായി. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്നവരെയൊക്കെ ഈ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കുന്നുണ്ട്, എല്ലാ ചാനലുകാരും വിളിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാളിനോട് രോഹിതിൻ്റെ ചാനൽ ഇൻ്റർവ്യൂ വന്നു, ഒരുപാട് പേര് കൺസൾട്ടേഷൻ എടുത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടായി, എനിക്കൊത്തിരി പ്രയോജനം ഉണ്ടായി. പക്ഷേ ഈ ചാനലുകാരെല്ലാം നമ്പർ വിളിക്കുന്നു. അവരോട് ഞാൻ താങ്കളെ വിളിക്കണമെങ്കിൽ നമ്പർ കൊടുക്കണ്ടേ ഈ കൺസൾട്ടേഷന്? അപ്പൊ ഈ ചാനലുകാർക്ക് ഈ നമ്പർ കിട്ടുമല്ലോ, കൊടുക്കും, ഒരു കുഴപ്പമില്ല, എല്ലാവരും കൊടുക്കും. അതിനൊരു ഞാനൊരു ഏറ്റവും ബെസ്റ്റ് ടിപ്പ് പറയാം. എല്ലാ മേഖലകളിലും കോമ്പറ്റീഷനുണ്ട്. അപ്പം ഞാൻ സിവിൽ സർവീസ് പഠിക്കാൻ പോയടുത്ത് വെച്ചിട്ട് അന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ ഞങ്ങൾക്ക് സാറ് പറഞ്ഞു തന്നിട്ട് 3-4 കാര്യങ്ങൾ സ്റ്റിൽ ഞാൻ ഫോളോ ചെയ്യുന്ന. ഒന്ന്, അന്ന് സാറ് പറഞ്ഞത് 400 കൂടുതൽ സ്റ്റുഡൻസ് കോച്ചിങ്ങിലുണ്ടായിരുന്നിടത്ത് പറഞ്ഞ്, നിങ്ങൾ ഈ 400 പേരോടാവരുത് കോമ്പറ്റീറ്റ് ചെയ്യേണ്ടത്. പകരം നിങ്ങളോടായിരിക്കണം. ഇന്നലത്തെ നിങ്ങളോട് ഇന്നത്തെ നീ കോമ്പറ്റീഷൻ ചെയ്യണം. അല്ല, അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആവുന്നോ, നമ്മൾ എത്രത്തോളം എഫിഷ്യൻ്റ് ആവുന്നോ, അതിനനുസരിച്ച് നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ചുറ്റും എത്രയോ പേര് വന്നോട്ടെ. അത് ഞാൻ പറഞ്ഞില്ലേ, പണി അറിയാവുന്നവർക്ക് ഇതങ്ങനെ ഞാൻ പറഞ്ഞില്ല. നമുക്കിപ്പോൾ ബാക്ക് മീഡിയയിൽ 5 ക്യാമറ യൂണിറ്റ് ഉണ്ടെന്ന് വെക്കുക, 10 ക്യാമറ ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ ഇതിൽ ഒരു ദിവസം തന്നെ ഇവിടുത്തെ 5 പേർക്ക് ഷൂട്ട് വരും. ബാക്ക് മാത്രമല്ല, നേഷൻ ഫസ്റ്റ്, ഡിബേറ്റ്, പോപ്പിൻസ്, പല ചാനലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നല്ല ക്യാമറകളൊക്കെ ആദ്യം ഇവർ കൊണ്ടുപോകണം പറയും. നമുക്ക് പഴയ ക്യാമറ മതി. കാര്യം ക്യാമറ ക്വാളിറ്റിയിലല്ലല്ലോ, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇത്ര പേരത് കാണും. ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ നിരഞ്ജനായിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്നു, നിരഞ്ജന എഴുതി വെച്ചോ ഇതിനകത്ത് 5 എപ്പിസോഡ് നമ്മൾ ചെയ്തു എന്ന് വെച്ചോ, ഒരു എപ്പിസോഡ് കാണുന്നവരെല്ലാവരും കാണും. ഞാൻ എല്ലാവരും പറഞ്ഞ 5 എപ്പിസോഡ് ഒരു എപ്പിസോഡ് കാണുന്നവർ കാരണം അത് അഹങ്കാരമല്ല, നമ്മുടെ പ്രേക്ഷകരോടുള്ള നമ്മുടെ വിശ്വാസമാണ്. എന്നോടുള്ളതല്ല, എൻ്റെ പ്രേക്ഷകരോടുള്ള നമ്മുടെ വിശ്വാസമാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പം രാവിലെ ഞാൻ വരുമ്പം തന്നെ ഞാൻ ഇപ്പോൾ കുറേ കാര്യങ്ങളായിട്ട് കുറേ ദിവസങ്ങളായിട്ട് തിരക്കില്ല. പറയും ചേട്ടൻ വീഡിയോ ചെയ്തില്ല ചെയ്യാം. അത് നമുക്ക് നമ്മുടെ തൊഴിലിനോടുള്ള വിശ്വാസവും സ്നേഹവും ഒക്കെയാണ് എന്നുള്ളതാണ്. സ്കിൽ ആർക്കും
ഒരാൾക്ക് മോഷ്ടിക്കാം. എല്ലാവരും വളരണമേ, എല്ലാവരും വളരണം. ആരും ഒരു ലെവലില് മാത്രം നിൽക്കുക എന്നുള്ളതല്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ എല്ലാ മേഖലയിലും എൻ്റെ ഇപ്പൊ എത്രയോ സ്റ്റുഡൻസ് അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്, എത്രയോ ഇതാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണ്. ഞാനിപ്പം പ്രൊഫഷണൽ കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത് എല്ലാം തന്നെ, ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷനോട് കൂടി പ്രൊഫഷണൽ കോഴ്സ്. അപ്പോൾ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഈ റേക്കിൻ്റെ ആരോഗ്യം എങ്ങനെയാണ് പ്രൊഫഷണൽ കോഴ്സ് ആകാൻ പറ്റുന്നതെന്ന്. പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ പുറത്തോട്ടുള്ള രാജ്യങ്ങളിലൊക്കെ ഇതിനൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. എനിക്ക് ഇന്നൊരു 10 സ്റ്റുഡൻസ് എടുത്തു കഴിഞ്ഞാൽ 8 പേരും പുറത്തുള്ള ആൾക്കാർ ഓൺലൈനിൽ പഠിച്ച് അവർക്ക് അവരുടെ ജോബിനോടൊപ്പം കൊണ്ടുപോകാം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു നേഴ്സ് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻ്റ് അല്ല, വർക്കാണ്. പുള്ളിക്കാരൻ UK പുള്ളിക്കാരൻ്റെ ഹോസ്പിറ്റൽ NH ഹോസ്പിറ്റലാണ് UK. റേക്കി ടീമുണ്ട് അവർക്ക് ഹോസ്പിറ്റലിൽ തന്നെ. നമ്മുടെ ഇന്ത്യയിലാണ് അത് അത്രത്തോളം വളർന്ന്. എന്തുകൊണ്ട് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സ്റ്റഡി സെന്ററിനെ കുറിച്ച് പ്ലാൻ ചെയ്തുകൂടാ? ചെയ്യാം ഫ്യൂച്ചറിൽ. ഞാൻ ഓൾറെഡി സെറ്റിൽഡ് അല്ലേ, ബാംഗ്ലൂർ അല്ലേ. പിന്നെ ഓൺലൈനിൽ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം ഇതിന് നമുക്ക് എൻ്റെ വീട്ടിലിരുന്നോ ഓഫീസിലിരുന്നോ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോളിസ്റ്റിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞ സ്ഥാപനം ഞാൻ തുടങ്ങേണ്ടി വരുമോ? നിങ്ങളെ കുറച്ചുപേരെ ഇങ്ങനെ ഗസ്റ്റ് ലെക്ചർമാരാക്കി വെച്ചിട്ട്? ഇല്ല, എനിക്ക് ഓൾറെഡി ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇതാണ് വേദശ്രുതി ഇന്റർനാഷണൽസ്. ഞാൻ അതിന് അല്ലാതെ ഫിസിക്കലി ഇത് തുടങ്ങിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഫുൾ എഡ്യൂക്കേഷൻ ആണ്. മെറിയഡ് എലക്സ് ഫാഷൻ സെയിൽ ചെയ്യുന്നു, 2 കമ്പനി. അതിലുള്ളതുണ്ട് ഓൾറെഡി. എന്തായാലും ഈ നമ്മളെ ബാക്ക് മീഡിയ എല്ലാ ജില്ലയിലും ഓഫീസുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്പേസ് ഒരുപാട് അധികം ഉണ്ട്. നമുക്ക് ബാംഗ്ലൂർക്ക് അതല്ല, എന്തിനാ കേരളത്തിൽ ഒരുപാട് പേരുണ്ടല്ലോ എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.